തലക്കേട് പിടിച്ചവൻ തലമുട്ട അടിച്ചപ്പം കല്ലുമഴ പെയ്ത പോലെയായി. ഇതൊരു കഷ്ടമാണ് ഈശ്വര. രാജനൊന്ന് വിളിക്കാം. ആ മാഡം. രാജു വീട്ടിലാണോ? അല്ല മാഡം, ഞാൻ വർമ്മ സാറിന്റെ അടുത്തേക്ക് വരിക. ആ ആണോ? ഞാനേ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോവാ രാജു. വെരി ഗുഡ് മാഡം, എനിക്ക് സന്തോഷായി. മാഡത്തിന് ഇഷ്ടമുള്ള കോഴ്സ് ചൂസ് ചെയ്യേ. അതെങ്ങനെയാ? BSc ഫിസിക്സ് കഴിഞ്ഞു, ഇനി MSc. ഓഹോ, ഓക്കെ മാഡം. എന്തായാലും മാഡം പോയിട്ട് വാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു രാജു. ഈങ്ങളുമില്ലല്ലോ, വീലൊക്കെ ജാമായ. ഹസനെ, ഹസനെ, ആ ഇതെന്താ ഉന്തുവണ്ടിയോ? ഹസനെ, ഞാൻ നിന്നെ പഠിപ്പിച്ചിട്ടുണ്ടോ ആശാൻ എന്ന് വിളിക്കാൻ? താനൊരു മെക്കാനിക്കല്ലേ, അതുകൊണ്ട് ആശാനെ വിളിച്ചത്. ചേട്ടാ, വണ്ടി ഒന്ന് നിർത്തോ. ഇത് രാജുവിന്റെ ബൈക്കാണല്ലോ. ഈ ബൈക്ക് നന്നാക്കി തരുമോ? നന്നാക്കല്ല എന്റെ പണി. ആ ഞാൻ നോക്കട്ടെ. ഓ, ഈ വണ്ടിക്ക് മൊത്തം കുഴപ്പമാ. എൻജിൻ കംപ്ലൈന്റ് ആയി, ടാങ്കും പോയി. നല്ല പണിയാടോ, എല്ലാം മാറ്റി വെക്കണം. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ വേണേ മാറ്റി വെച്ച് തരാം. നല്ല പണച്ചെലവുണ്ട്. എത്ര രൂപയാവും? ഞാൻ ഒന്ന് കൂട്ടി പറയാം. ഡോ, ഇത് പണിയുന്നതിനേക്കാളും നല്ലത് വിൽക്കുന്നതാ. ഓ, വിറ്റ എത്ര കിട്ടും? ഒരു 50,000 രൂപ ഞാൻ തരാം. ബൈക്ക് എനിക്ക് തന്നേക്ക്. 50,000 കുറവല്ലേ? എന്നാ ഞാൻ നന്നാക്കി തരാം. ഇതിന്റെ പല സാധനങ്ങളും പുറത്തുനിന്ന് മേടിക്കണം, അതിന് നല്ല കാശാവും. എന്റെ കാശൊന്നുമില്ല, വിറ്റാലാണെങ്കിൽ 50 എന്റെ കൈയിരിക്കും. ഞാൻ നോക്കിയിട്ട് ഇപ്പൊ അതാണ് ബുദ്ധി. ആളെയും പോയി പണി നോക്കട്ടെ. ശരി, വണ്ടി എടുത്തോ, എന്നിട്ട് കാശിക്കുണ്ടോ? ശരി. അകലെ